ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പം ഈ റെസിപ്പി എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. ഈ സ്റ്റൂവിന് ഭയങ്കര ടേസ്റ്റുമാണ്. നല്ല കുറുകിയ ബീഫിൻ്റെ സ്റ്റൂ, അത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ഇതുപോലെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുക എന്നുള്ളതാണ്. ഈ ബീഫ് സ്റ്റൂ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പം ആ ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. എന്നിട്ട് അത് കഴിക്കണം. കുറച്ച് കുരുമുളകിൻ്റെ ടേസ്റ്റും അതുപോലെ നെയ്യിൽ വറുത്തിട്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതിൻ്റെയൊക്കെ ഫ്ലേവറും എല്ലാം കൂടെ കയറി വന്നിട്ട് ഒരു അടിപൊളി സ്റ്റൂ ആണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല കുറുകിയ ബീഫ് സ്റ്റൂ കണ്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂസും കുറച്ച് റേസിൻസും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഞാൻ ഈ 2 സ്പൂൺ നെയ്യാണ് കേട്ടോ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുക്കറിൽ തന്നെയാണ് ഞാൻ സകല പരിപാടിയും ചെയ്യാൻ പോകുന്നത്. ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ 4 ഗ്രാമ്പു 3 ഏലക്ക ഇതൊന്ന് നെയ്യിൽ വറുത്തെടുക്കുക. നെയ്യിൽ വറുത്ത്, അതായത് പൊട്ടുന്ന പരുവത്തിലെടുക്കുക. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റും ഒരു പൊട്ടറ്റോയും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ഞാൻ 3 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി ഇത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. ഈ ബീഫ് ഒരു 3/4 വേവാക്കിയാൽ മതി. എന്നിട്ട് ഈ ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഒരു 200 ഗ്രാം ബീഫിൻ്റെ പീസസ് ഞാനൊരു 3/4 വേവ് ആക്കി എടുത്തിരിക്കുന്നതാണ്. അത് ആ സ്റ്റോക്കോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ ഈ പരുവത്തിന് വെന്ത് കിട്ടും. ഇനി ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് നമുക്ക് നല്ല കുറുകിയ 1/4 പാല് തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക. തിളയ്ക്കണ്ട. ആ തിള വരാറാവുമ്പം, അതായത് നമ്മുടെ ആ ഒരു ഗ്രേവിയൊക്കെ പയ്യെ ഒന്ന് അനങ്ങി തുടങ്ങുമല്ലോ തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ്, ആ ഒരു പരുവമാകുമ്പം ഇത് സ്റ്റോപ്പ് ചെയ്യുക. ഇത് നല്ല തിക്കായിട്ടുള്ള ബീഫ് സ്റ്റൂ ആണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റേസിൻസും കാഷ്യൂസും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസിയാണ്. ആ തേങ്ങാപ്പാൽ എടുക്കാൻ മാത്രമാണ് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപാര ടേസ്റ്റാണ്. തണുത്ത് കഴിയുമ്പം ഇത് ഒന്നും കൂടെ കുറുകും. തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.